ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ചുകൊണ്ട് ആന്തരികമായ നയനങ്ങൾ തുറന്നുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിന്റെ മുഖം ദർശിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് തമ്പുരാന്റെ സന്നിധിയിലെ ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് സ്വർഗത്തിലെ സകല വിശുദ്ധരുടെയും മധ്യസ്ഥം ഈ മണിക്കൂറുകളിലെ തേടാം. പരിശുദ്ധ അമ്മയുടെ സഹായം നമുക്ക് തേടാം. രക്തസാക്ഷികളും പൂർവികരും ഈ നല്ല മണിക്കൂറുകൾക്ക് വേണ്ടി, ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി ഈ സൃഷ്ടപ്രപഞ്ചം മുഴുവനും പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ദിവസത്തിന് വേണ്ടി, ഈ മണിക്കൂറുകൾക്ക് വേണ്ടി സൃഷ്ടപ്രപഞ്ചം മുഴുവനും ഒരേപോലെ ഈറ്റുനോവ് അനുഭവിക്കുക, ദൈവമക്കളുടെ വെളിപ്പെടുത്തലിന് വേണ്ടി. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ കരങ്ങളും സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയവനായ ദൈവത്തെ, നല്ലവനായ പിതാവിന്റെ മുഖം കണ്ടുകൊണ്ട് നമുക്ക് ഒരു നിമിഷം സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ദൈവമേ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ദൈവമേ മഹത്വം, പിതാവേ ആരാധന, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗ്ഗം തുറക്കണമേ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ആത്മാവിനെ വർഷിക്കണമേ. സ്വർഗ്ഗം തുറക്കണമേ ദൈവമേ സ്തോത്രം. പാപികളായ മക്കളുടെ ബന്ധങ്ങൾ തുറക്കണമേ, കെട്ടുകഴിക്കണമേ, രോഗശാന്തി നടക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും കർത്താവായ യേശുവിന്റെ നാമത്തില് ഈ മണിക്കൂറുകളിൽ തന്നെ ഇവ സംഭവിക്കട്ടെ. സ്വർഗം തുറക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവരെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവരെല്ലാവരുടെയും മേൽ വന്ന് വസിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവായ ദൈവത്തിനും പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ശാന്തമായിട്ട് തമ്പുരാന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, വെളിപാടിന്റെ പുസ്തകത്തിലെ 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തില് ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ നിന്ന് മുട്ടുന്നു. ഇതാ ഞാൻ നിന്റെ ഹൃദയത്തിന്റെ കവാടത്തിൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എന്റെ സ്വരം ശ്രവിച്ച്, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുക്കലേക്ക് വരികയും ഞങ്ങൾ അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗം മുഴുവനും തുറക്കപ്പെട്ട ഓരോ ഹൃദയങ്ങളിലേക്കും, കൊട്ടിയടയ്ക്കപ്പെട്ട ഓരോ ഹൃദയത്തിന്റെ കവാടങ്ങളിലും ദൈവമായ കർത്താവ് മുട്ടുകയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാ കൊട്ടിയടയ്ക്കപ്പെട്ട എല്ലാ ഓടാമ്പലുകളും തകർത്തുകൊണ്ട് അവൻ കിടന്നു വരികയാണ്, അവൻ പ്രവേശിക്കുകയാണ്. നമുക്ക് ആത്മാർത്ഥമായി തമ്പുരാന്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. നമുക്കറിയാം, വിശുദ്ധ പൗലോസ് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ നദീതീരത്തൊരു അത്ഭുത പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ തീയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന ഒരു ഭക്തയായ സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ വാക്കുകൾ മുഴുവനും ശ്രദ്ധിക്കുവാൻ ദൈവമായ കർത്താവ് ലീദിയായുടെ ഹൃദയം തുറന്നു കൊടുത്തു. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ തുറക്കാനാവാത്തവണ്ണം പാപത്തിന്റെ ബന്ധനങ്ങളിൽ പെട്ടുപോയ, വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പകയുടെയും പ്രതികാരത്തിന്റെയും ഓടാമ്പലുകളാല് അടയ്ക്കപ്പെട്ട എന്റെ ഹൃദയത്തിന്റെ ഓടാമ്പലുകളെ തകർക്കണമേ. ലീദിയായുടെ ഹൃദയം നീ തുറന്നു കൊടുത്തതുപോലെ നിന്റെ വചനം ശ്രവിക്കുവാൻ തക്കവണ്ണം ദൈവമേ, എന്റെ ഹൃദയത്തിന്റെ ഓടാമ്പലുകളെ തകർത്തുകൊണ്ട് എന്റെ ഹൃദയം തുറന്നു തരണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ദിവസം, ഈ മണിക്കൂറുകളുടെ പ്രാധാന്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 17-ാമത്തെ തിരുവചനത്തില് ദൈവമായ കർത്താവ് മത്തായി ശ്ലീഹായിലൂടെ അരുളി ചെയ്യുന്നുണ്ട്.
കർത്താവ് പറയുകയാണ്, നിങ്ങൾ കാണുന്നവ കാണുവാൻ നിങ്ങൾക്ക് മുമ്പേ അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും ആഗ്രഹിച്ചു, പക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അനേകം പ്രവാചകന്മാരും നീതിമാന്മാരും അവർ ഇത് കേൾക്കുവാൻ ആഗ്രഹിച്ചു, എന്നാൽ അവർക്ക് കേൾക്കുവാൻ കഴിഞ്ഞില്ല. വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 1:12 ഇപ്രകാരം പറയുന്നുണ്ട്, ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലിരിക്കുന്ന ദൈവദൂതന്മാർ പോലും കൊതിക്കുന്നു. ഈ ശുശ്രൂഷയില് സംബന്ധിക്കുവാൻ, ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലിരിക്കുന്ന പിതാവിന്റെ സന്നിധിയിലിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാര്, പ്രിയമുള്ള സഹോദരങ്ങളെ, കൊതിക്കുകയാ, അവർ ദാഹിക്കുകയാ. പക്ഷേ അവർക്ക് അപ്രാപ്യമായ കാര്യങ്ങള്, പാപികളും ബലഹീനരും രോഗികളും തകർന്നവരുമായ ദൈവമക്കൾക്ക് ഈ മണിക്കൂറുകളിലെ ദൈവമായ കർത്താവ് ഒരുക്കി തന്നിരിക്കുക. വലിയ സന്തോഷത്തിന്റെ ഈ അനുഭവത്തില് സ്വർഗത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേകം പ്രവാചകന്മാർക്കും ദൈവമേ, അനേകം നീതിമാന്മാർക്കും അനേകം രാജാക്കന്മാർക്കും അപ്രാപ്യമായ കാര്യങ്ങൾ ദൈവമേ, പാപികളും ബലഹീനരും രോഗികളും തകർന്നവരുമായ ദൈവമേ, വിഹീനരായ പാപികളായ മക്കൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറന്ന പിതാവേ, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഈ മണിക്കൂറുകളില് എഫാത്തയിലായിരിക്കുന്ന മുഴുവൻ മക്കളിലേക്കും കടന്നു വരണമേ. അനനിയാസ് കൈവച്ചപ്പോൾ പൗലോസിന്റെ കണ്ണുകളിൽ നിന്നും ചിദംബരങ്ങൾ പോലെ എന്തോ നടന്നു പോയതുപോലെ ദൈവമേ, അനനിയാസിന്റെ കൈവയ്പ് വഴി വിശുദ്ധനായ പൗലോസിന്റെ കണ്ണുകളിൽ നിന്നും ചിദംബരങ്ങൾ പോലെ എന്തോ കൊഴിഞ്ഞു പോയതുപോലെ ഞങ്ങളിൽ നിന്നും രോഗങ്ങൾ കൊഴിഞ്ഞു പോകണമേ, ഞങ്ങളിൽ നിന്നും പാപങ്ങളും തിന്മകളും കൊഴിഞ്ഞു പോകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ദൈവമേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ആരാധന പിതാവിനെ അർപ്പിക്കാം. കടലാണു ദൈവം, കരുണതൻ ഉറവിടം ദൈവം, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. കടലാണു ദൈവം, കരുണതന്നുറവിടം ദൈവം, ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. ഇപ്പോഴും എപ്പോഴും ഏതേതു നേരവും കരുണയൊഴുക്കുന്ന ദൈവം. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, സങ്കീർത്തനം 123 ഇപ്രകാരം സങ്കീർത്തകൻ പറയുന്നുണ്ട്, ദൈവമായ കർത്താവിന്റെ സന്നിധിയില് സങ്കീർത്തകൻ ആത്മാർത്ഥമായി ഹൃദയം നുവങ്ങി അവിടുന്ന് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തകന് ദാവീദിന് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഇതാ ദൈവമായ കർത്താവ് ഉത്തരം കൊടുത്ത് അനുഗ്രഹിക്കുക. ഒത്തിരിയേറെ കൃപ കൊടുത്തതാ ദൈവം ആ വ്യക്തിയെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു നിമിഷം കൂടെ കരങ്ങൾ ഉയർത്താം, സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്താം, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. എല്ലാ രോഗികളും കരങ്ങൾ ഉയർത്തുക, എല്ലാ പാപബന്ധനത്തിലായവരും കരങ്ങൾ ഉയർത്തുക, നിയോഗങ്ങളായിട്ട് വന്നിരിക്കുന്ന വ്യക്തികളായ ഉയർത്തുക, കുടുംബജീവിതം തകർന്നു പോയ മക്കൾ കരങ്ങൾ ഉയർത്തുക. സ്വർഗസ്വനായ പിതാവിന്റെ മുഖം കണ്ടുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും എഫാത്തയിലൂടെ നിരവധിയായ മക്കൾ ഇവിടെ അനുഭവിച്ചതാണ്. എല്ലാ മക്കളും പിതാവിന്റെ മുഖം കാണുക, കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവമേ സ്തോത്രം, ദൈവമേ മഹത്വം, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇസ്രായേൽ മക്കള് 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടെ സഞ്ചരിച്ചപ്പോൾ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പാളയമടിച്ച ആ ഇടങ്ങളിലേക്കെല്ലാം സ്വർഗത്തിൽ നിന്നും ദൈവമായ കർത്താവ് മഞ്ഞിൽ പൊതിഞ്ഞ മന്ന വർഷിച്ചു. രാത്രി മുതൽ പ്രഭാതം വരെ സ്വർഗത്തിൽ നിന്നും ഈ മന്ന ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. 40 വർഷക്കാലം സ്വർഗസ്വനായ പിതാവ് ഇസ്രായേൽ ജനം ലക്ഷ്യം കാണുന്നതുവരെ, വാഗ്ദത്ത ഭൂമിയിൽ എത്തിച്ചേരുന്നതുവരെ 40 വർഷത്തോളം മരുഭൂമിയിൽ മന്ന വർഷിച്ചു. എങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ഭാഗത്തായിലായിരിക്കുന്ന ഈ പാളയത്തിലായിരിക്കുന്ന നമ്മുടെ ചുറ്റും സ്വർഗത്തിൽ നിന്നും ദൈവം മന്ന പൊഴിക്കുകയാണ്. ഇത് മന്ന പൊഴിയുന്ന രാത്രിയാ, ഇത് മഞ്ഞുരുകുന്ന രാത്രിയാ. മഞ്ഞുരുകിയപ്പോഴാണ് മക്കൾക്ക് മന്ന ലഭിച്ചത്. ദൈവമായ കർത്താവ് വെറുപ്പിന്റെ മഞ്ഞ്, വിദ്വേഷത്തിന്റെയും പകയുടെയും പ്രതികാരത്തിന്റെയും മഞ്ഞ് അതുരുകിക്കഴിയുമ്പോൾ ആത്മീയ ഭോജനമായി ദൈവം നമുക്ക് പുതിയ ഒരു കാഴ്ചപ്പാട്, പുതിയൊരു ബോധ്യം, പുതിയൊരു അഭിഷേകം, പുതിയൊരു വചനം തന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടുന്ന് പറയുക, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ, യോഹന്നാൻ 7:37 പറയുന്നു, ഇതാ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഹൃദയത്തിൽ നിന്നും വിശുദ്ധലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവിയൊഴുകും. ഏലിയ പ്രവാചകൻ ഇതുപോലെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു വ്യക്തിയാണ്. ഏലിയ പ്രവാചകൻ ജസേബൽ രാജ്ഞിയെ ഭയപ്പെട്ടോടി കാർമൽ മലയില് ഒരു ഗുഹയില് ഒളിച്ചിരിക്കുകയാണ്. തന്റെ പ്രാണന് വേണ്ടി ദൈവത്തോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏലിയ പ്രവാചകന്റെ അടുക്കലേക്ക് ദൈവം കടന്നു വരികയാണ്. ഇതാ ഏലിയ ഒരു സ്വരം കേൾക്കുകയാണ്. ഏലിയായുടെ ജീവിതത്തിൽ അന്നോളം കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വളരെ മൃദുവായ ഒരു സ്വരം. പിതാവ് ചോദിക്കുക, ഏലിയ നീ ഇവിടെ എന്തെടുക്കുകയാണ്? ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മൃദുവായ സ്വരം ദൈവമായ കർത്താവ് ഈ മൃദുസ്വരത്തിൽ നമ്മൾ ഓരോരുത്തരും സംസാരിക്കും. കർത്താവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുക. ഒരിക്കൽ കൂടെ നമ്മുടെ ഹൃദയം, നമ്മുടെ കരങ്ങള് പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ദൈവത്തെ ഒന്നും കൂടെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ സ്തോത്രം, ദൈവമേ സ്തോത്രം. ആത്മാർത്ഥമായി സ്തുതിക്കുക. എല്ലാ മക്കളും സ്തുതിക്കുക. അത്ഭുതം സംഭവിക്കും. അടയാളങ്ങളും രോഗശാന്തിയും യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ മഹത്വത്താൽ ഈ മണിക്കൂറുകളില് ഇവിടെ സംഭവിക്കും. എല്ലാ മക്കളും പ്രത്യാശയോടെ സ്തുതിക്കുക. പിതാവിന്റെ മുഖം കാണുക, പരിശുദ്ധാത്മാവിനെ കാണുക. രക്തസാക്ഷികള്, മാലാഖമാര്, പൂർവികര് എല്ലാവരും നമ്മോട് ചേർന്ന് നിൽക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സ്വർഗവും ഭൂമിയും ഇതാ ഇവിടെ അനുരഞ്ജനപ്പെടുന്നു. സ്വർഗം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി വരികയെന്ന മണിക്കൂർ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ രോഗികളും സ്തുതിക്കുന്നു. എല്ലാ പാപബന്ധനത്തിൽപ്പെട്ടവരും സ്തുതിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. വിവാഹ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ, കടപ്പണിയിൽ കടബാധ്യതയില് അകപ്പെട്ടുപോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പിതാവേ മഹത്വം, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ മഹത്വം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഗായ സംഘത്തോട് ചേർന്ന്
സ്തുതി പാടാം നമുക്കൊന്നായി. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം. ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. ശോഭയേറുമാകാശമഴവില്ലിനെ നോക്കി സൃഷ്ടാവിനെ സ്തുതിക്കാം. ശോഭയേറുമാകാശമഴവില്ലിനെ നോക്കി സൃഷ്ടാവിനെ സ്തുതിക്കാം. ആകാശ നക്ഷത്ര ജാലങ്ങളെ നോക്കി കർത്താവിനെ സ്തുതിക്കാം. ആകാശ നക്ഷത്ര ജാലങ്ങളെ നോക്കി കർത്താവിനെ സ്തുതിക്കാം. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. കർത്താവിൻ ഉന്നതത്തിൽ മിന്നി മിന്നി തിളങ്ങുന്ന മാലാഖമാരൊത്തു സ്തുതിക്കാം. കർത്താവിൻ ഉന്നതത്തിൽ മിന്നി മിന്നി തിളങ്ങുന്ന മാലാഖമാരൊത്തു സ്തുതിക്കാം. ആകാശമേഘത്തിൽ വാഴും മഹേശൻ സർവശക്തിയോടെ സ്തുതിക്കാം. ആകാശമേഘത്തിൽ വാഴും മഹേശനെ സർവശക്തിയോടെ സ്തുതിക്കാം. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. സ്തുതിക്കാം നമുക്കൊന്നായി, സ്തുതി പാടാം നമുക്കൊന്നായി. ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം. ആത്മാവിൽ ജ്വലിച്ചിറങ്ങും സ്നേഹം ഓർത്തു സ്തുതിക്കാം. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല. എത്ര പുകഴ്ത്തിയാലും അവനധികമല്ല, എത്ര സ്തുതിച്ചിടിലും അവനധികമല്ല.